നമസ്കാരം. നമ്മുടെ രാഷ്ട്രീയ കേരളത്തിൽ ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഈ ആരോപണങ്ങൾ. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നുള്ള അദ്ദേഹത്തിൻ്റെ രാജി, അതിന് പിന്നാലെ ഉയർന്നു വന്ന ആരോപണങ്ങൾ, ഓഡിയോ സന്ദേശങ്ങൾ, ചാറ്റുകൾ, ഒപ്പം മാധ്യമങ്ങളുടെ നിലപാടുകളും ഒക്കെ തന്നെ ഈ വിഷയത്തെ കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ പാർശ്വവൽക്കരിച്ച് കോൺഗ്രസിനെ തന്നെ തകർക്കാമെന്ന് കണക്ക് കൂട്ടിയവരുടെ ചില തന്ത്രങ്ങൾ, രാഷ്ട്രീയ തന്ത്രങ്ങൾ പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു. അങ്ങനെ എല്ലാ മുഖമൂടികളും ഇപ്പോൾ അഴിഞ്ഞു വീഴുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ എന്നേക്കുമായി പുറത്താക്കാൻ പല മാധ്യമങ്ങളും ഇപ്പോൾ കച്ച കെട്ടി ഇറങ്ങിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒരു പൊതു വ്യക്തിത്വത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ഏറ്റവും സാധാരണമായിട്ടുള്ള തന്ത്രങ്ങളിലൊന്ന് അതൊരു സ്ത്രീയെ ഉൾപ്പെടുത്തി നിയമപരമായിട്ടുള്ള ഒരു കേസ് കെട്ടിച്ചമയ്ക്കുക എന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കഥകൾ അത് അതിശയോക്തിയൊക്കെ കലർത്തി മാധ്യമങ്ങളിലൂടെ അല്പം മസാലയൊക്കെ ചേർത്ത് പ്രചരിപ്പിക്കുകയും പൊതുജന അഭിപ്രായത്തെ സ്വാധീനിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. നിലവിൽ ഇപ്പോൾ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് വ്യക്തമാണ്. ആധികാരികതയില്ലാത്ത ചില ചാറ്റുകളും ഒരു സ്ത്രീയുടെ സ്വകാര്യതയെ മാത്രം മുൻനിർത്തി 30 മിനിറ്റോളം ദൈർഘ്യമുള്ള ഓഡിയോ സന്ദേശവും രാഹുൽ മാങ്കൂട്ടത്തിനെ മാത്രം ലക്ഷ്യം വെച്ച് എഡിറ്റ് ചെയ്യുകയും കഷ്ണങ്ങളാക്കി പുറത്തുവിടുകയും ചെയ്തിരിക്കുകയാണ്. ഇത് മാങ്കൂട്ടത്തിനെ ഒരു ഇരയായി ചിത്രീകരിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. ഇവിടെ റിപ്പോർട്ടർ ചാനലാണ് ഈ വാർത്ത അല്പം മസാലയൊക്കെ ചേർത്ത് ഇപ്പോൾ കൊട്ടിഘോഷിക്കുന്നത്. അവർ തങ്ങളുടെ റിപ്പോർട്ടറായിട്ടുള്ള റോഷിപാലിനെ ഉപയോഗിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രകോപിപ്പിക്കാനായിട്ട് ഒരു ഫോൺ കോൾ നടത്തിയതായിട്ടും പറയപ്പെടുന്നുണ്ട്. ഇതിനു മുൻപ് നമുക്കറിയാം, ഒളിക്യാമറ വിവാദമൊക്കെ തന്നെ ചൂടുപിടിച്ച സമയം, അന്ന് നടൻ ദിലീപിനെതിരെയുള്ള പഴയ ആരോപണങ്ങളൊക്കെ തന്നെ കുത്തിപ്പൊക്കാൻ ഇവർ ശ്രമിച്ചിരുന്നു. എന്നാൽ റോഷിപാലിൻ്റെ ആ പ്രകടനം അത് ഏതൊരു വിഡ്ഢിക്കും മനസ്സിലാകുന്ന തരത്തിലുള്ള മോശം ഒരു തിരക്കഥയുടെ ഭാഗമാണെന്നത് വ്യക്തമാണ്. ഇതിന് പിന്നാലെ റോഷിപാൽ അടുത്ത നാടകവുമായിട്ട് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അതാണിപ്പോൾ കോൺഗ്രസിൻ്റെ മുഖമായി മാറിയ ഒരു ജനപ്രിയ നേതാവിനെ തടവിലാക്കുക, രാഷ്ട്രീയമായി തകർക്കുക എന്ന ലക്ഷ്യത്തോടെ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇതിലൂടെ ഷാഫിയെ ഒതുക്കാനും തുടർന്ന് വി ഡി സതീശനെ ദുർബലപ്പെടുത്താനും സാധിക്കുമെന്നാണ് ഇവർ ഇപ്പോൾ കണക്ക് കൂട്ടുന്നത്. താൻ പിന്തുണയ്ക്കുന്ന നേതാക്കളെ അടിച്ചമർത്തിക്കൊണ്ട് സതീശൻ്റെ ആത്മവിശ്വാസം അത് പൂർണ്ണമായിട്ട് തകർക്കുക എന്നതാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം. നിലമ്പൂർ ബൈ ഇലക്ഷനിൽ പോലും നമുക്കറിയാം, മാങ്കൂട്ടത്തെയും അതോടൊപ്പം തന്നെ ഷാഫിയെയും ഒക്കെ തന്നെ തകർക്കാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ട് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ പോലും ഉപയോഗിച്ചുള്ള ചില നാടകീയ നീക്കങ്ങൾ നമ്മളെല്ലാം തന്നെ കണ്ടതാണ്. അപ്പോൾ ഈ വെല്ലുവിളികൾക്കിടയിലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ വിഷയം ഇപ്പോൾ പുകയുമ്പോഴും കോൺഗ്രസ് ആകട്ടെ മുന്നേറിക്കൊണ്ടാണ് നിലകൊള്ളുന്നത്. ഈ ആരോപണങ്ങൾ പുറത്തു വന്ന് 30 മണിക്കൂറിൽ തന്നെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് മാങ്കൂട്ടം മാതൃക കാണിച്ചു. പ്രതിപക്ഷം ഈ വിഷയത്തിൽ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് ഒന്നിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ ഇവിടെ CPM-ഓ BJP-യോ ഇത്തരത്തിലുള്ള ഒരു മാതൃകയും മുൻപ് കാണിച്ചിട്ടില്ല. നമുക്കറിയാം മുകേഷിൻ്റെ കാര്യം. മുകേഷ് ഇന്ന് നിയമസഭയിൽ അംഗമാണ്. AK ശശീന്ദ്രൻ ഇന്നും മന്ത്രിയാണ്. അപ്പോൾ ഇന്നും ഇത്തരത്തിൽ രാജി ആവശ്യപ്പെടുന്നവർ, ശബ്ദമുയർത്തുന്നവർ പോലും അന്ന് ഒന്നും പറയാത്തത് ഇവിടെ ശ്രദ്ധേയമാണ്. ഇപ്പോഴത്തെ BJP-യുടെ അംഗമായിട്ടുള്ള ഒരു ട്രാൻസ്ജെൻഡർ യുവതിയെ കൂടി കളത്തിലിറക്കിയിരിക്കുകയാണ്. രാഹുൽ തനിക്ക് അശ്ലീല സന്ദേശം അയച്ചെന്നും ബലാത്സംഗം ചെയ്യണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചെന്നും ഇവർ ആരോപിക്കുകയാണ്. ഈ വിവരം പാലക്കാട് ജില്ലാ പ്രസിഡന്റിനോട് പറഞ്ഞ ശേഷമാണ് താൻ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുന്നതെന്നും ഇവർ പറയുന്നു. എന്നാൽ ഇവർ പറഞ്ഞ ഈ കാര്യത്തിൽ എന്തെങ്കിലും തെളിവുകൾ ഇതുവരെ പുറത്തു വന്നിട്ടുണ്ടോ? ഇല്ല. തെളിവില്ലെന്ന് പറയുമ്പോൾ ഇത് ഒരു കെട്ടിച്ചമച്ച ഒരു തിരക്കഥയുടെ ഭാഗമാണെന്നത് ആർക്കാണ് മനസ്സിലാകാത്തത്? അപ്പോൾ ഇതൊരു അജണ്ടയുടെ ഭാഗമാണ് എന്നുള്ളത് ഇവിടെ വളരെ വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മണിക്കൂറുകൾ വെച്ച് സ്ത്രീകളെ ഇറക്കി ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിനെ ഒതുക്കുക, പൂട്ടുക, എന്നേക്കുമായി രാഷ്ട്രീയപരമായി തകർക്കുക, അതുവഴി ഷാഫിയെ ഒതുക്കുക, പിന്നീട് സതീശനെ ദുർബലപ്പെടുത്തുക, അങ്ങനെ മൊത്തത്തിൽ കോൺഗ്രസിനെ ഇല്ലാതാക്കുക എന്നതാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം. ഈ ട്രാൻസ്ജെൻഡർ യുവതിയുടെ വെളിപ്പെടുത്തൽ കൂടി ഇപ്പോൾ ആയപ്പോൾ വിവരമുള്ള ഏതൊരാൾക്കും അത് മനസ്സിലാക്കാൻ സാധിക്കും ഇത് കെട്ടിച്ചമച്ചതാണെന്നുള്ളത്. ഓരോ ആരോപണവും ഇത്തരത്തിൽ പുറത്തു വരുമ്പോൾ ഇതൊരു അജണ്ടയാണ് എന്നത് വളരെ വ്യക്തമാണ്.